ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ ഓഫറിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഈ കാണുന്നത് പോലെയുള്ള ജെറേനിയം വെറൈറ്റീസ് ആണ് കേട്ടോ. അതിൻ്റെ നമ്മുടെ ഗ്രൗണ്ടിൽ നടാൻ പറ്റുന്ന വെറൈറ്റീസാണ്. നോർമൽ പോട്ടിൽ വെച്ച് നട്ട് വളർത്താൻ പറ്റുന്ന ഗ്രൗണ്ട് ടൈപ്പിലുള്ള ജെറേനിയം പ്ലാന്റ്സ്. ഇതിൻ്റെ ക്രീപ്പർ ജെറേനിയം ഉണ്ടായിരുന്നു, ഇപ്പം നമുക്ക് സ്റ്റോക്കില്ല കേട്ടോ. പക്ഷേ ജെറേനിയം പ്ലാന്റ്സിൻ്റെ 10ൽ കൂടുതൽ വെറൈറ്റീസ് നമുക്കുണ്ട്. പക്ഷേ എല്ലാവർക്കും എടുക്കുമ്പോൾ നമുക്ക് 10 വെറൈറ്റീസ് ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ 10 വെറൈറ്റീസിൻ്റെ കോംബോ ഓഫറും 5 വെറൈറ്റീസിൻ്റെ കോംബോ ഓഫറുമാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് റാൻഡമായിട്ട് ഡിഫറെൻറ്റ് വെറൈറ്റീസ് നോക്കിയിട്ട് എടുത്തിട്ട് അയക്കുമായിരിക്കും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഓരോ പ്ലാന്റ്സും ഇതുപോലെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നല്ല വെറൈറ്റി കളേഴ്സൊക്കെയാണ്, ഡബിൾ കളറിലും ഡബിൾ ലെയറിലും മിക്സ്ഡ് ആയിട്ടുള്ള കളേഴ്സിലും ഒക്കെ വരുന്ന നല്ല ഹൈബ്രിഡ് വെറൈറ്റീസ് തന്നെയാണ് വരുന്നത്. ഇത് നമ്മൾ തരുന്ന ആ ഒരു മിക്സോട് കൂടിയിട്ട് നിങ്ങൾ നല്ല കൊക്കോപീറ്റും മണ്ണും വളരെ കുറഞ്ഞ അളവിൽ വളവും കൂടി മിക്സ് ചെയ്തിട്ട് പ്ലാന്റ് ചെയ്താൽ മാത്രം മതിയാവും. നോർമലായിട്ടുള്ള ഒരു നനവ് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പോട്ടിലൊക്കെ കണ്ടില്ലേ, ഒരു മീഡിയം നനവേ ഉള്ളൂ. ഈ മീഡിയം നനവിലിരുന്നാലാണ് ഇതിൻ്റെ ഇലകൾക്ക് ഒരു ഡിസ്കളറേഷൻ ഒന്നും വരാതെ നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ്സ് ഗ്രോത്ത് ആവുള്ളൂ. അതുപോലെ തന്നെ പ്ലാന്റ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു നനവ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പം മഴയൊക്കെ ഉള്ള സമയമാണ്. ഈ സമയത്ത് ഈ പ്ലാന്റ് നട്ട് വളർത്താൻ നല്ല എളുപ്പമാണ്. കാരണം നമ്മുടെ നനവ് പോട്ടിൽ നിന്ന് പെട്ടെന്ന് പോവില്ല. അപ്പോൾ ഓവറായിട്ട് നനച്ച് ചീച്ച് കളയരുത്. അതുപോലെ തന്നെ ഒരുപാട് വെയിൽ ഈ പ്ലാന്റിന് വേണ്ട. ഒത്തിരി വെയിൽ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകൾക്കൊരു യെല്ലോ കൂടിയിട്ടുള്ള ഗ്രീൻ കളർ വരുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ ഓവറായിട്ടുള്ള സൺലൈറ്റിലും പ്ലാന്റ് വെക്കരുത്. ഒരു മീഡിയം സൺലൈറ്റാണ് ജെറേനിയം പ്ലാന്റ്സിന് വേണ്ടത്. അതെല്ലാ സ്ഥലത്തും ഒരുപോലെ അല്ല. ചില സ്ഥലങ്ങളിൽ നല്ല വെയിലത്തിരുന്നാലും ഈ പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് വളരും. ചില സ്ഥലങ്ങളിൽ വെയിൽ പറ്റില്ല, പൊള്ളിപ്പോകും ഇലകളൊക്കെ. അതുകൊണ്ട് നമ്മളൊരു നോർമൽ സൺലൈറ്റിൽ തന്നെ വെച്ചാൽ മതി. ഇനി നിങ്ങളുടെ സ്ഥലത്ത് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സൺലൈറ്റൊക്കെ നന്നായിട്ടുള്ള സ്ഥലത്തേക്ക് പതുക്കെ മാറ്റി വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഈ സൈസിലുള്ള ബഡ്സും ഫ്ലവറും ഒക്കെ കൂടിയിട്ടുള്ള പ്ലാന്റ്സാണ് നമ്മൾ അയച്ചു തരുന്നത്. വളരെ കുറച്ച് പ്ലാന്റ്സിൽ മാത്രമേ ഫ്ലവേഴ്സ് ഇല്ലാത്തേ ഉള്ളൂ. അത് നമ്മൾ കളർ തിരിഞ്ഞാണ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് കളറൊന്നും മാറിപ്പോവില്ല. നിങ്ങൾക്ക് 5 വെറൈറ്റീസ് ആണ് വേണ്ടതെങ്കിൽ ഏതെങ്കിലും 5 വെറൈറ്റി കളേഴ്സ് ആയിരിക്കും തരുന്നത്. 10 വെറൈറ്റീസ് ആണ് വേണ്ടതെങ്കിൽ ഏതെങ്കിലും 10 വെറൈറ്റി കളേഴ്സും തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 5 പ്ലാന്റ്സ് എടുക്കുമ്പോൾ 550 രൂപയും 10 പ്ലാന്റ് എടുക്കുമ്പോൾ 999 രൂപയുമാണ്. ഇതിനകത്ത് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരുന്നില്ല കേരളത്തിനുള്ളിൽ ഓർഡർ ചെയ്യുന്ന ആൾക്കാർക്ക്. ഇൻസൈഡ് കേരള ആണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഇല്ല. ഷിപ്പിംഗ് ചാർജ് ഉണ്ട്, എക്സ്ട്രാ നമുക്ക് ചെറിയ ചെറിയ ചാർജിൽ വ്യത്യാസം വരും. ഇപ്പം നമുക്ക് തമിഴ്നാടാണെങ്കിൽ ഒരു 20 രൂപയുടെ വ്യത്യാസം, കർണാടക ആണെങ്കിലും അങ്ങനെ തന്നെ. അപ്പോൾ ആ സ്റ്റേറ്റ് മാറുന്നതിനനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമ്മൾ അയക്കുന്ന ആ ഒരു ചാർജിൽ വരും കേട്ടോ. അപ്പോൾ കേരളത്തിലാണെങ്കിൽ ഈ ഒരു ചാർജ് മാത്രമേ വരുള്ളൂ. 5 എണ്ണത്തിന് 550ഉം 10 എണ്ണത്തിന് 999. അപ്പോൾ പ്ലാൻസ് വേണ്ടവർക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാവുന്നതാണ്. ജെറേനിയം കോംബോ ഓഫർ എന്ന് മെസ്സേജ് അയക്കാം.